ഒരു മെത്തേഡ് ഞാൻ പറയാം. അതായത് നമ്മൾ നോക്കാം 9 ഇൻറ്റു എന്തോ ഒരു നമ്പർ ചെയ്യുക. മോഡ് 26 ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് ആൻസർ വേണം. ഓക്കെ, അപ്പൊ 9 ഇൻറ്റു ഏതെങ്കിലും ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ് എന്ന് പറയാം. അപ്പൊ 9 ഇൻറ്റു എക്സ് മോഡ് 26 ചെയ്യുമ്പോൾ എനിക്ക് 1 എന്ന് ആൻസർ കിട്ടണം. അപ്പൊ ആ എക്സിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 9 ഇൻറ്റു 1 മോഡ് 26 ചെയ്യുമ്പോൾ 1 കിട്ടുമോ? ഇല്ല. 9 ഇൻറ്റു 2 ചെയ്യുമ്പോൾ കിട്ടുമോ? 9 ഇൻറ്റു 2 മോഡ് 26 ചെയ്യുമ്പോൾ 1 കിട്ടുമോ ആൻസർ? ഇല്ല. 9 ഇൻറ്റു 3 ചെയ്യുമ്പോൾ കിട്ടത്തില്ലേ? 9 ഇൻറ്റു 3 മോഡ് 26 ചെയ്യുമ്പോൾ മോഡ് വാല്യൂ 1 കിട്ടത്തില്ലേ? അപ്പം 3 ആണ് 1/9, അതായത് 9 ഇൻവേഴ്സിന്റെ മോഡ് 26 വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണ് ഇവിടെ 3 കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വേറെ വാല്യൂ ആണ് 1/8 ആണെങ്കിൽ ഇതുപോലെ തന്നെ നോക്കുക. 8 ഇൻറ്റു എന്തോ ഒരു നമ്പർ മോഡ് 26 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. ആ നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കുക, അതായിരിക്കും അതിന്റെ മോഡ് വാല്യൂ എന്ന് പറയുന്നത്. സോ യു വിൽ ഗെറ്റ് 3, 5, 23, 24, 23 ആസ് മെട്രിക്സ്. ഇനി എന്താ, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 3യും ഈ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 15, 69, 72, 9 എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ കിട്ടി. ഇനി എന്താ, നമുക്ക് അതിന്റെ മോഡ് കണ്ടുപിടിക്കണം അല്ലേ? അതിന്റെ മോഡ് 26 ചെയ്യുക. എങ്ങനെയാ? 15 മോഡ് 26. നമുക്കറിയാം സ്മോൾ ആണ് ആദ്യത്തെ നമ്പർ എങ്കിൽ ആ നമ്പർ തന്നെ അങ്ങ് എഴുതിയാൽ മതി. 15 മോഡ് 26 എന്ന് പറയുമ്പോൾ 15 is the smallest number. So 15 തന്നെ എഴുതി. Then 69 മോഡ് 26 ചെയ്യുക, 17 കിട്ടും. 72 മോഡ് 26 ചെയ്യുമ്പോൾ 20 കിട്ടും. 9 മോഡ് 26 ചെയ്യുമ്പോൾ 9 കിട്ടും. സോ കെ ഇൻവേഴ്സിന്റെ വാല്യൂ കിട്ടി. ഇനി എന്താ, ജസ്റ്റ് അത് ഈ കെ ഇൻവേഴ്സ് ഇൻറ്റു സി മെട്രിക്സ് നമുക്കറിയാം. അതായത് സൈഫർ ടെക്സ്റ്റ് നമുക്കറിയാം. ജസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. സൈഫർ ടെക്സ്റ്റ് തന്നെ 7, 8 ആയിരുന്നു. അപ്പൊ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, മോഡ് 26 ചെയ്യുക, അപ്പൊ കിട്ടും ഒരു മെട്രിക്സ്. ആ മെട്രിക്സിനെ ജസ്റ്റ് ലെറ്റേഴ്സിലേക്ക് മാപ്പ് ചെയ്യിക്കാം. ഇങ്ങനെയാണ് ഡീക്രിപ്ഷൻ നടത്തുന്നത് ഹിൽ സൈഫർ യൂസ് ചെയ്തിട്ട്. മനസ്സിലായോ? എനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ഇത് മറക്കില്ല കേട്ടോ. ഈ 1/9, അതായത് ഒരു നമ്പർ ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു നമ്പറിന്റെ മോഡ് 26 കാണാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അല്ലാത്ത മെത്തേഡും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ അത്രയും വലിയ ലെങ്തി മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്, അതിനകത്ത് വലിയ പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നെ കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയോ? അഖിൽ മനസ്സിലായോ? അഖിൽ, ഡൗട്ട്സ്? എങ്ങോട്ട്? അഞ്ജലി മെർലിൻ ഡൗട്ട് ഒന്നുമില്ല മിസ്സേ. Then Maria, Shruti, are you present? Okay. So next one is we are going to study about polyalphabetic ciphers. Okay, so polyalphabetic cipher, one of the polyalphabetic cipher is Wigner's cipher. Okay, so polyalphabetic cipher means it is an approach for improving the security. It's an approach like substitution method which is used to improve the security. And here in the polyalphabetic ciphers, they will use multiple cipher alphabetics. So it is known as polyalphabetic substitution cipher, and because of this reason, it provides more security to the data. Okay, so we can see one of the polyalphabetic cipher, that is Wigner's. So by performing Wigner's cipher, you can create a Wigner table, and you can provide the values as alphabets on the top and the key letters on the left side. Like that, you can either create a Wigner table, and based on that table you can either find out the encrypted or decrypted data. So first of all, we can see mathematical form or mathematical version of this Wigner cipher. So in order to find the encryption or decryption using Wigner cipher, you will use two equations. That is, for finding the encryption, you can use Ci is equal to Pi plus Ki mod n
into mod 26. Similarly, decryption can be identified using the equation Pi is equal to Ci minus Ki mod n into mod 26. So this is the two equation that is used in Wigner cipher for encryption and decryption. Now we can see one example. So this is an example. So നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു പ്ലെയിൻ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, നമുക്ക് കീയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എന്താ കണ്ടുപിടിക്കണ്ടേ? സൈഫർ ടെക്സ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, we have given a plain text to us and a key is also provided. We have to find the corresponding cipher text of this plain text. അപ്പം നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റും തന്നിട്ടുണ്ട്, കീയും തന്നിട്ടുണ്ട്, നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റ് കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യണം, അതായത് അതിനെ ഒരു സീക്രട്ട് മെസ്സേജ് ആക്കി മാറ്റണം. അതെങ്ങനെയാണെന്നാണ് ഇനി നോക്കുന്നത്. അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന കീ, നമ്മൾ ആദ്യമേ സീസർ സൈക്കിൾ പഠിച്ചപ്പോൾ മുതലേ പറഞ്ഞു, നമുക്ക് തന്നിരിക്കുന്ന ആൽഫബറ്റ്സിനെ, A to Z ആൽഫബറ്റ്സിനെ നമ്പേഴ്സിലേക്ക് മാപ്പ് ചെയ്യിക്കണം. ഓക്കെ, ഇപ്പൊ A 0 ആയിട്ട്, ബിനെ 1 ആയിട്ട്, അങ്ങനെ 0 to 25 നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലെറ്റേഴ്സിനെ, ആൽഫബറ്റ്സിനെ എന്ത് ചെയ്യണം? നമ്പറുമായിട്ട് മാപ്പ് ചെയ്യണം. അപ്പം ഡിസെപ്റ്റീവ് എന്ന് പറയുന്നതാണ് നമ്മുടെ കീ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് എത്ര തവണ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടോ അത്രയും തവണ അത് എന്താ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ നോക്കി, ഇതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്, ഇത്രയും നീളമുണ്ട് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. കണ്ടോ, വി ആർ ഡിസ്കവേർഡ് എന്ന് കണ്ടോ, ആ ഒരു സെന്റൻസ് കണ്ടോ. അപ്പം ആ ഒരു അത്രയും നീളത്തിൽ നമുക്ക് കീ ഇല്ല, നമുക്ക് ആകെ ഇത്രയേ ഉള്ളൂ, ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞിട്ട് കീ തന്നിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ഡിസെപ്റ്റീവ് എന്നുള്ള ഇവിടെ വരെ എഴുതുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡിസെപ്റ്റീവ് എന്നുള്ള കീ റിപ്പീറ്റ് ചെയ്ത് എവിടെ വരെ നമുക്കുണ്ടോ അവിടെ വരെ റിപ്പീറ്റ് ചെയ്യുക. കണ്ടോ, ഇവിടെ ഈ സെൽഫ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വാക്കൊന്നുമില്ല, അപ്പൊ അതുവരെ നമ്മൾ വെച്ചു. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ ടേബിളിനകത്ത് നമ്മുടെ കീക്ക് ഓരോ, ഇതെന്ന് നോക്കിയാൽ ഡിസെപ്റ്റീവ് എന്നല്ലേ, അപ്പൊ അതിൽ ഡിക്ക് എന്താണ് വാല്യൂ നമ്മൾ മാപ്പ് ചെയ്തേക്കുന്നത്? 3 അല്ലെ. എക്ക് 0, ബിക്ക് 1, സിക്ക് 3, സോറി, എക്ക് 0, ബിക്ക് 1, സിക്ക് 2, ഡിക്ക് 3 അല്ലെ. അപ്പം ഡിയുടെ വാല്യൂ എന്ത് ചെയ്തു? 3 കൊടുത്തു. ഇനി ഇക്ക് എന്താ വാല്യൂ മാപ്പ് ചെയ്തിരുന്നേ? 4. സിക്ക് എന്താ വാല്യൂ മാപ്പ് ചെയ്തേ? 2. അങ്ങനെ നമ്മൾ ഓരോ ലെറ്ററിനും മാപ്പ് ചെയ്തേക്കുന്ന നമ്പർ ഒരു കോളത്തിനകത്ത് ഒരു ടേബിൾ വരച്ചിട്ട് കീ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പ്ലെയിൻ ടെക്സ്റ്റ് എടുക്കാം. പ്ലെയിൻ ടെക്സ്റ്റ് എടുത്തിട്ട് ഓരോ ഡബ്ല്യുവിന് എന്താണ് കൊടുത്തിരിക്കുന്ന നമ്പർ, അത് അതുപോലെ ഓരോ ഡബ്ല്യുവിന്, ഇക്ക്, അങ്ങനെ എന്തിനാണോ അതെല്ലാത്തിനും നമ്പർ എഴുതുക. ഇനി അതിന് ശേഷം ഇത്രയും നമ്മൾ ചെയ്യും. ഇനി നമുക്ക് സൈഫർ ടെക്സ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ സൈഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ടേബിൾ വരച്ചു. ഇനി അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സൈഫർ ടെക്സ്റ്റ് ആണുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ അതായത് Pi plus Ki mod n mod 26 എന്നാ. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം? ജസ്റ്റ് 22 plus 3 ചെയ്യാം. ഓക്കെ, ദെൻ 4 plus 4 ചെയ്യാം, ദെൻ 0 plus 2 ചെയ്യാം. ആ കിട്ടുന്ന ആൻസർ എല്ലാം അതിന്റെ കറസ്പോണ്ടിങ്. അതായത് 22 എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റിന്റെ കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് 25 ആണ്. പ്ലെയിൻ ടെക്സ്റ്റ് 4ന്റെ കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് 8 ആണ് വിത്ത് ദിസ് കീ. ഈ ഒരു പർട്ടിക്കുലർ കീ ആട്ടോ. So in order to encrypt a message, a key is needed, that is as long as the message. Okay, അതായത് ഈ വിഗ്നിയർ എന്ന് പറയുന്നത് ഒരു ഓട്ടോ കീ സിസ്റ്റം ആയിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ എത്രയും നീളമുണ്ടോ അത്രയും തവണ നമ്മൾ ആ കീനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായോ? അതായത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് വി ആർ ഡിസ്കവേർഡ് സേഫ് യുവർ സെൽഫ് അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് വി ആർ ഡിസ്ക് വരെ നമുക്ക് എഴുതാനുള്ള കീയേ ഉള്ളൂ. ബാക്കിയുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ കീയെ റിപ്പീറ്റ് ചെയ്തു. ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെയാണ് എൻക്രിപ്ഷൻ നടത്തുന്നത്. ഡീക്രിപ്ഷൻ ചെയ്യുമ്പോൾ എന്താ? ഇത് മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് 25 minus 3, 8 minus 4 അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കറസ്പോണ്ടിങ് പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. ഇതാണ് നമ്മുടെ വിഗ്നിയർ സൈഫർ യൂസ് ചെയ്തത്. ഓട്ടോകീ സിസ്റ്റം ആണ് അത് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും പെർഫോം ചെയ്യുന്നത്. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഭഗവാൻ വിഷ്ണുദേവന്റെ കണ്ണീരാണ്. ഡൗട്ട്സ് ഉണ്ടോ? കണ്ണീര് ഭൂമിയിൽ വീണതാണ്. ഇത് നല്ല മധുരമാണ്, നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. കൽക്കട്ടയിലെ ഒരു കണ്ടത്തിൽ നിന്നാണ് ഇത് അവർ കണ്ടുപിടിച്ചെടുത്തത്. വളരെ അമൂല്യമായ ഇത് കേരളത്തിൽ ആദ്യമായി മിസ്സേ ഒരു മിനിറ്റ്, അതിന്റെ അകത്ത് നമ്മള്
വളരെ കീസ് യൂസ് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞ ഇതാണല്ലോ യൂസ് ചെയ്തത്. അത് നമുക്ക് ഇഷ്ടം. അത് ഇപ്പൊ ഇതിനകത്ത് തന്നേക്കുന്നത് ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞ കീയാ. പിന്നെ ക്വസ്റ്റ്യൻ വേറെ അല്ല, എന്തെങ്കിലും അപ്പൊ ആയിരിക്കും തരുന്നത്. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിന്റെ അത്രയും ലെങ്ത് വേണോന്നല്ലേ? അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വി ആർ ഡിസ്കവേർഡ് സേഫ് യുവർ സെൽഫ് എന്നായിരുന്നു അല്ലേ? നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് അതാ. ഒരു മിനിറ്റ്. അഴിച്ചെടുത്ത് തുന്നി ചേർത്ത ഒരു ഡോക്ടർ ജോൺസൺ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് പുണ്യ പുരാതനമായ സോ ഇപ്പൊ നോക്കിയേ, സോറി കേട്ടോ, ഇടയ്ക്ക് ഒരു അർജന്റായിട്ടൊരു കാര്യം വന്നായിരുന്നു, അതാണ്. സോ നോക്കിയേ, ഡിസെപ്റ്റീവ് എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ കീ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിരുന്ന കീ അതായിരുന്നു. നമുക്ക് എന്ത് കീ വേണമെങ്കിലും തരാം, നമ്മൾ അത് ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തൊരു കീ ആണ് ഡിസെപ്റ്റീവ്. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്തായിരുന്നു? വി ആർ ഡിസ്കവേർഡ് സേഫ് യുവർ സെൽഫ്. അതായിരുന്നു നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, അപ്പൊ നമ്മൾ ആദ്യം പ്ലെയിൻ ടെക്സ്റ്റിനെ നിരത്തി പിടിച്ചങ്ങ് എഴുതുക. സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെ നിരത്തി പിടിച്ച് എഴുതുക. എന്നിട്ട് കീ എഴുതുക. കീ എഴുതുമ്പോൾ ഡബ്ല്യുവിന് നേരെ ഡി എഴുതുക, ഇക്ക് നേരെ ഇ എഴുതുക, എക്ക് നേരെ സി എഴുതുക, ആറിന് നേരെ ഇ എഴുതുക, ഇക്ക് നേരെ പി എഴുതുക, ഡിക്ക് നേരെ ടി എഴുതുക, ഐക്ക് നേരെ ഐ എഴുതുക, എസിന് നേരെ വി എഴുതുക, സിക്ക് നേരെ ഇ എഴുതുക. ഇത്രേ ഉള്ളൂ. നമ്മുടെ കീ അത്രയും കൊണ്ട് തീർന്നു ഇല്ലേ? ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞ വാക്ക് അതുകൊണ്ട് തീർന്നില്ലേ? അത്ര ഇ കൊണ്ട് തീർന്നല്ലോ. സ്റ്റാർട്ടിങ് വിത്ത് ഡി ആൻഡ് എൻഡിങ് വിത്ത് ഇ. ആ ഒരു കീ കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പം പക്ഷെ നമുക്ക് കിടക്കുക OVERED മുതൽ ഈ എഫ് വരെ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് കിടക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോ കീ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. അതായത് കീ എന്ന് പറയുന്നതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതും. നോക്കിയേ, ഈ വരെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ആ ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞ കീ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതും. നോക്കിയേ, DECEPTIVE. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. വീണ്ടും എഴുതും, ഇവിടെ വരെ എഴുതും. ഇനി ഇത് കഴിഞ്ഞിട്ടും ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതും. മനസ്സിലായ മുബീനെ? എന്നുവെച്ചാ ഞാൻ ചോദിച്ചത് ഇപ്പം സേവ് യുവർ സെൽഫ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഡിസെപ്റ്റീവ് ഫുൾ. ഒരു മിനിറ്റ് മുബീനെ, ഒരു മിനിറ്റ് മുബീനെ, ഒറ്റ മിനിറ്റ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. മുബീന് മനസ്സിലായോ? ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സേവ് യുവർ സെൽഫ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വേർഡ്സ് ഉണ്ടെങ്കിൽ കീയോ അതിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്യും വീണ്ടും. ഫുള്ളില്ലെങ്കിലും ഹാഫ് ആണല്ലോ ഇതാക്കല്ലോ, DECE വരെ. വരെ മതി. ഇപ്പൊ അത് നോക്ക്, ഒരു യുവർ സെൽഫ് അതിട്ട് ഏതെങ്കിലും 2 ലെറ്റർ കൂടെ ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും DE വരെ ചിലപ്പോൾ വരത്തുള്ളായിരിക്കും. മതി, എത്രയും വരെ വരുന്നു അത്രയും കൂടെ സ്റ്റോപ്പ് ചെയ്തു. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ അതാണ്. എല്ലാവർക്കും പിടി കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ?
ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? അടുത്ത പോർഷൻ പറയട്ടെ. ഇനി നെക്സ്റ്റ് വൺ ട്രാൻസ്പൊസിഷൻ ടെക്നിക്സ്. ഓക്കെ, അപ്പൊ ഇനി ട്രാൻസ്പൊസിഷൻ ടെക്നിക്സ് ആണ് ഇനി നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ പോളി ആൽഫബറ്റിക്കിനകത്ത് ഒരു വൺ ടൈം പാടും ഒരു വൺ ടൈം പാടെന്ന് പറയുന്ന ഒരു മെത്തേഡും ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു മെത്തേഡ് കൂടെ പറയാനുണ്ട് കേട്ടോ. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാവേ. അപ്പം ട്രാൻസ്പൊസിഷൻ ടെക്നിക്ക് നോക്കാം. ട്രാൻസ്പൊസിഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്, അതായത് പെർമ്യൂട്ടേഷൻ സൈഫേഴ്സ് എന്ന് തന്നെ പറയാറുണ്ട്. ട്രാൻസ്പൊസിഷൻ സൈഫേഴ്സ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ സൈഫേഴ്സ് എന്ന് പറയാറുണ്ട്. ഹിയർ it's a type of technique which maps or which performs some sort of permutation on plain text letters. Sri Lakshmi. So a transposition technique means here it will perform some sort of permutation on plain text. അപ്പം അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഈ നമ്മുടെ ഈ ട്രാൻസ്പോസിഷൻ ടെക്നിക്ക് തന്നെ 2-3 തരത്തിലുണ്ട്. അതിലൊന്നാണ് റെയിൽ ഫെൻസ് സൈഫർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. റെയിൽ ഫെൻസ് സൈഫറിനകത്ത് എങ്ങനെയാണ് എൻക്രിപ്ഷൻ നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എൻക്രിപ്ഷൻ നടത്താൻ നേരത്ത് ഡെപ്ത് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ടാവും. എൻക്രിപ്ഷന്റെ ടൈമിൽ ഡെപ്ത് തന്നിട്ടുണ്ടാവും. ആ ഡെപ്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡെപ്ത് എന്ന് പറയുന്നത് 2 ആന്ന് വെച്ചോ. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡെപ്ത് 2 ആണ്. ഓക്കെ, നമുക്ക് എന്താ പ്ലെയിൻ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. മീറ്റ് മീ ആഫ്റ്റർ ദ ടോഗ പാർട്ടി, അതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. നമുക്ക് ഇതിനെ എന്താ ഡെപ്തും തന്നിട്ടുണ്ട്, നമ്മുടെ ഈ പ്ലെയിൻ ടെക്സ്റ്റും തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, സൈഫർ ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഇതിനെ നമ്മൾ നിരത്തി പിടിച്ചങ്ങ് എഴുതുക. ME, അത് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഡയഗണലി വേണം എഴുതാൻ. എം ആദ്യം എഴുതുക, ഡയഗണലായിട്ട് ഇ എഴുതുക, അതിന്റെ ഡയഗണലായിട്ട് ഇ എഴുതുക, ടി എഴുതുക, എം എഴുതുക, ഇ എഴുതുക. അങ്ങനെ മനസ്സിലായോ? ഡയഗണലി ഇങ്ങനെ എഴുതുക നമ്മള്. മനസ്സിലായോ? അപ്പം മീറ്റ് മീ ആഫ്റ്റർ ടോഗ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ്. അതിന്റെ നമുക്ക് എന്താ ഡയഗണലി യു ഹാവ് ടു റൈറ്റ് ദിസ് പ്ലെയിൻ ടെക്സ്റ്റ്. ഡയഗണലി ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ എഴുതുക. അതിനുശേഷം എന്താ, ഇതിനെ സൈഫർ ടെക്സ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഡയഗണലി എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ. നേരെ അങ്ങ് വായിച്ചാൽ മതി. എം ഇ എം എ ടി ആർ എച്ച് എന്ന് പറഞ്ഞ് നേരെ എഴുതുക. അതാണ് ഈ മീറ്റ് മീ ആഫ്റ്റർ ടോഗ പാർട്ടിയുടെ കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എന്തോ ജസ്റ്റ് ഡയഗണലി എഴുതുക, ഡെപ്ത് അനുസരിച്ച് എത്രയാണോ ഡെപ്ത് അതനുസരിച്ച് എഴുതുക. ജസ്റ്റ് ഡയഗണലി അത് വായിക്കുക. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, അതാണ് നമ്മുടെ റെയിൽ ഫെൻസിനകത്തിലെ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ഡീക്രിപ്ഷൻ എങ്ങനെയായിരിക്കും? നമുക്കുള്ളത് ഈ MEMATH അതുമായിരിക്കും നമ്മുടെ ഉള്ളത് ഇല്ലേ? ഈ സൈഫർ ടെക്സ്റ്റ് ആയിരിക്കും ഉള്ളത്. ഡെപ്ത് 2 ആന്ന് വെച്ചോ. ഈ പ്ലെയിൻ ടെക്സ്റ്റ് മീറ്റ് മീ ആഫ്റ്റർ ടോഗ പാർട്ടി എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റ് വേണം. അപ്പൊ എങ്ങനെ എഴുതും? ഈ പറഞ്ഞ പോലെ തന്നെ ഡയഗണലി എം എഴുതുക, ഡയഗണലായിട്ട് ഇ എഴുതുക. സോറി, നമ്മളൊരു ഇത് എന്താ ഒരു ടേബിൾ വരയ്ക്കുക. അതിലേക്ക് എം ആദ്യം എഴുതുക, നെക്സ്റ്റ് ലെറ്റർ ഏതാ ഇ എഴുതുക. അത് കഴിഞ്ഞാൽ എം നേരെ എല്ലാം നേരെ അങ്ങ് എഴുതുക. അതായത് നമുക്ക് സൈഫർ ടെക്സ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഡയഗണലി എഴുതുക ഡെപ്തിനനുസരിച്ച്. ഇപ്പൊ 2 ആണ് ഡെപ്ത് എങ്കിൽ അതനുസരിച്ച് ഡയഗണലി എഴുതുക, 3 ആണെങ്കിൽ അതനുസരിച്ച് എഴുതുക. അങ്ങനെയാണ് എൻക്രിപ്ഷൻ നടന്നത്. ഡീക്രിപ്ഷൻ ആണെങ്കിൽ എന്താ, നമുക്ക് തന്നിരിക്കുന്ന സൈഫർ ടെക്സ്റ്റിനെ നേരെ അങ്ങ് എഴുതുക. എഴുതി ഇവിടെ വരെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ലെറ്റർ എഴുതണമെങ്കിൽ ഈ എന്താ ഫിൽ ആവാത്ത പോർഷൻ ഉണ്ടല്ലോ ഡയഗണലി വരുന്ന, ആ പോർഷനിലേക്ക് അടുത്ത ലെറ്ററിനെ എഴുതുക. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യണം, നേരെ ഡയഗണലി അങ്ങ് വായിച്ചാൽ മതി. MEET മീറ്റ് മീ ആഫ്റ്റർ എ ടോഗ പാർട്ടി. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? So for decryption you have to count the number of characters and how to make the columns, and you have to make the number of rows is equal to the depth. For example, here they are given the depth as 2, so you have to make the number of rows as 2. Then you have to diagonally read the characters in order to obtain the plain text of the corresponding ciphertext. Is it clear? Is it clear? Clear ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ?
അർജുൻ, നൗറിൻ, അർജുൻ, നൗറിൻ ക്ലിയർ ആണോ? മുഹമ്മദ് റുബീൻ. മിസ്സേ ഡീക്രിപ്ഷന്റെ ഇതിലില്ലേ നമ്മളെ കൗണ്ട് ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതിന്റെയാണ് കൗണ്ട് ഇതിന്റെ നമുക്ക് തന്നേക്കുന്ന സൈഫർ ടെക്സ്റ്റ് അല്ലേ തന്നിട്ടുള്ളൂ. നമുക്ക് സൈഫർ ടെക്സ്റ്റും കീയും ഇത് ഡെപ്തും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കീ ഒന്നും ഇല്ല. കീ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ജസ്റ്റ് നമുക്ക് എന്താണോ സൈഫർ ടെക്സ്റ്റിന് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കുവാണെങ്കിൽ സൈഫർ ടെക്സ്റ്റ് തന്നിട്ടുണ്ടാവും, അതിന്റെ ഡെപ്തും തന്നിട്ടുണ്ടാവും. അതിന്റെ കോളത്തിന്റെ എണ്ണം കൂടത്തില്ലേ നമ്മൾ റോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ? നമ്മൾ ഇതിന്റെ നമ്പർ അനുസരിച്ച് നോക്കണം, എത്ര ഉണ്ടെന്ന് നോക്കണം, എണ്ണി നോക്കണം, ഡയഗണലി വരണം. ഇതിപ്പോ നമ്മള് കോളം അനുസരിച്ചാണെങ്കിൽ ടി വരെ വേണ്ടേ? പക്ഷെ നമ്മള് ഹാഫ് അല്ലേ എടുക്കത്തുള്ളൂ, വൈ വരെ അല്ലേ എടുക്കത്തുള്ളൂ കോളം വരക്കുന്ന. അല്ല, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണല്ലോ കൗണ്ട് ചെയ്തെടുത്തിട്ട് കോളംസ് വരേണ്ടത്. നമ്മുടെ സൈഫർ ടെക്സ്റ്റ് കുറച്ചധികം ഉണ്ട്, അപ്പൊ അതിന്റെ ഹാഫ് ആയിട്ടല്ലേ എടുക്കേണ്ടത്? അല്ല, നമുക്ക് ഡയഗണലി ഈക്വൽ ആയിട്ട് വരണം. അതായത് നമുക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ വൈ കഴിഞ്ഞു, വൈ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു അടുത്ത ഇ ഞാൻ ഇവിടെ എഴുതിയെന്ന് വെച്ചോ. ഈ വൈ കഴിഞ്ഞിട്ട് ഒരു കോളം കൂടെ വരച്ചു, ഒരു സെല്ലൂടെ ഞാൻ വരച്ചു, കാണാൻ പറ്റുന്നുണ്ട്? മനസ്സിലായോ? ഇവിടെ ഞാൻ ഈ എഴുതിയെന്ന് വെച്ചോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത് എഴുതാൻ പറ്റുന്ന എവിടെയാ? ഇവിടെ അല്ലേ എഴുതാൻ പറ്റൂ. അപ്പൊ എന്റെ വായിക്കുന്ന സമയത്ത് എങ്ങനെയാ? MTE അങ്ങനെയല്ലേ ഞാൻ വായിക്കത്തുള്ളൂ. ഞാൻ നടുക്കത്തായത് ശ്രദ്ധിച്ചില്ല, ഞാൻ എമ്മും വൈയും മാത്രം നോക്കിയുള്ളൂ. അതാ, മനസ്സിലായോ? ഇപ്പം ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്സേ. ഉണ്ടോ? ഓക്കെ, ഇതാണ് റെയിൽ പെൻസ് ടെക്നിക്ക്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോളമിനാർ ട്രാൻസ്പോസിഷൻ സൈഫറ. അതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് അതിനെ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആ കേട്ടോ. അപ്പൊ അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇപ്പം പഠിച്ചതിനകത്ത് എന്താ, കീ ഒന്നും തന്നിട്ടില്ലായിരുന്നു. ദേ ഹാവ് ഓൺലി ഗിവൻ ദ ഡെപ്ത് ഫോർ us. We only know the depth and either the plain text or ciphertext. But here in this columnar transposition, they will give either the plain text or ciphertext, and they also give the key also. Okay, കീയും നമുക്ക് തരും, പ്ലെയിൻ ടെക്സ്റ്റോ സൈഫർ ടെക്സ്റ്റോ ഏതോ ഒന്ന് തരും. നമുക്ക് എന്തെങ്കിലും ഒന്നി ഡീക്രിപ്ഷൻ ഒന്നി എൻക്രിപ്ഷൻ ചെയ്യാൻ പറയുമല്ലോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് തരും. എന്നിട്ട് എൻക്രിപ്ഷൻ ആണെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് തരും, ഡീക്രിപ്ഷൻ ആണെങ്കിൽ സൈഫർ ടെക്സ്റ്റും തരും. അതിനോടൊപ്പം തന്നെ ഒരു കീയും അവർ പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് നോക്കാം, അറ്റാക്ക് ടുഡേ എന്നായിരുന്നു നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. നമ്മൾ എൻക്രിപ്ഷൻ ആണ് നോക്കുന്നത്. അറ്റാക്ക് ടുഡേ എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിരുന്നു. അപ്പൊ അതിനെ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യണം. കീ തന്നിട്ടുണ്ട് 3421, അതാണ് നമ്മുടെ കീ. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ കീ എന്ന് പറഞ്ഞ് എഴുതുക, എന്നിട്ട് നേരെ നിരത്തി പിടിച്ച് എഴുതുക. 3 സ്പേസ് 4 സ്പേസ് 2 സ്പേസ് 1 എഴുതുക. ഇനി എന്താ, നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് എടുക്കാം. പ്ലെയിൻ ടെക്സ്റ്റ് എന്താ, അറ്റാക്ക് ടുഡേ എന്നായിരുന്നു പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പൊ പ്ലെയിൻ ടെക്സ്റ്റ് ഒന്ന് ഇതുപോലെ എഴുതുക, എന്നിട്ട് 3യുടെ നേരെ എഴുതുക, നിർത്തി അങ്ങ് എഴുതുക. 4ന്റെ നേരെ ടി എഴുതുക, 2യുടെ നേരെ ടി എഴുതുക, 1ന്റെ നേരെ എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കീ അങ്ങോട്ട് ഇല്ലല്ലോ, അതുകൊണ്ട് തൊട്ട് താഴോട്ട് പോവാം. ബാക്കി ലെറ്റേഴ്സ്, ബാക്കി ആൽഫബറ്റ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് എഴുതുക. അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വരെ വന്നു കഴിയുമ്പോൾ ഇവിടെ കണ്ടോ ഫില്ല് ചെയ്യാതിരിക്കുക അല്ലേ? അപ്പൊ അവിടെ നമ്മളൊരു എക്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഫില്ല് ചെയ്യാത്ത ഒരു സെല്ല് വരുവാണെങ്കിൽ അവിടെ എക്സ് ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ 4ന്റെ അവിടെ വന്നിട്ട് 4ന്റെ അവിടെ വന്ന് സ്റ്റോപ്പ് ആയെന്ന് വെച്ചോ, 2ഉം 1ഉം ഫില്ല് ആയില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യും, 2നും 1നും ഓരോ എക്സ് ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഇനി എന്ത് ചെയ്യണ്ടേ? ഇനി നമുക്ക് സിമ്പിളാ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാ. ഇനി നമുക്ക് സൈഫർ ടെക്സ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ, നേരെ അങ്ങ് നമ്പർ നോക്കുക. 3421 അല്ലേ, ഇതിനകത്ത് ഏറ്റവും ചെറുത് ഏതാ, 1. അപ്പൊ 1 നേരെ കിടക്കുന്നതെല്ലാം ആദ്യം എഴുതുക, AOX. അത് കഴിഞ്ഞാൽ അടുത്ത ചെറുത് ഏതാ, 2. അതിന്റെ താഴെ എന്താ കിടക്കുന്നത്, TTY. അത് കഴിഞ്ഞാൽ ഏതാ, 3 ACD. ഏറ്റവും വലുത് 4, അപ്പൊ TKA. അതങ്ങനെ നേരത്തെ പിടിച്ച് എഴുതുക. സൈഫർ ടെക്സ്റ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ എഴുതുക. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഈ കീ ചേഞ്ച് ആവാം കേട്ടോ. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തന്നേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? അതായത് കീ നമുക്ക് തന്നിട്ടുണ്ട് 3421. Key is given for us. Okay, and plain text is also given for us. That is attack today. അതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ, ഇതിന്റെ എൻക്രിപ്ഷൻ നടത്തണം. എൻക്രിപ്ഷൻ നടത്താൻ കോളമിനാർ ട്രാൻസ്പോസിഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്ഷൻ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
ആദ്യം കീ അതുപോലെ അങ്ങ് എഴുതുക. എന്നിട്ട് ആ കീയുടെ നേരെ പ്ലെയിൻ ടെക്സ്റ്റ് അതുപോലെ എഴുതുക. നോക്ക്, അറ്റാക്ക് ടുഡേ എന്നല്ലായിരുന്നോ? ആ നമ്പറിന്റെ നേരെ തന്നെ ഓരോ ആൽഫബറ്റ് വെച്ചിട്ട് എഴുതുക. അപ്പം ഇത് കഴിഞ്ഞിട്ട് കീ ഇല്ലാത്തതുകൊണ്ട് തൊട്ട് താഴോട്ടായിരിക്കും നമ്മൾ സി കൊടുക്കുന്നത്. ഇത്രയും മനസ്സിലായോ? അതിന് ഇത്രയും പിടികിട്ടിയോ? ഇനി നോക്കിയേ, ഇവിടെ വരെ അറ്റാക്ക് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയില്ലേ? നോക്ക്, ATTACK ടുഡേ TODAY കണ്ടോ, ഇവിടെ കൊണ്ട് നിന്നു. ഇവിടെ ഒന്നും ഇല്ല കൊടുക്കാൻ. ഉണ്ടോ? ലെറ്റർ വല്ലതും കൊടുക്കാനുണ്ടോ? ഇവിടെ ഏതെങ്കിലും ആൽഫബറ്റ് ഇവിടെ കൊടുക്കാനുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ഇട്ടു? എക്സ് ഇട്ടു. നമ്മൾ ഡോൺ കെയർ ഒക്കെ പഠിച്ച് ഓർക്കുന്നില്ല, അതുപോലെ ഒരു എക്സ് ഇട്ടു ഇവിടെ. ക്ലിയർ ആണോ? അല്ല, എക്സ്. ഇനി ഇപ്പൊ നോക്കിയേ, ടുഡേ എന്നുള്ള ഈ വൈ ഇല്ലായിരുന്നു വെച്ചോ, ഈ എ വരെ ഉള്ളായിരുന്നു വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടെണ്ണം ഫിൽ ആവാനില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? രണ്ടിടത്തും എക്സ് കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ. സോ അങ്ങനെ നമ്മൾ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്പറിന്റെ അസെൻഡിങ് ഓർഡറിൽ ഏറ്റവും ചെറിയ നമ്പറിൽ ആദ്യം കിടക്കുന്ന ലെറ്റേഴ്സിനെ വായിക്കുക. അത് കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് നോക്കാം. അപ്പൊ 1 ആദ്യം വായിക്കും, പിന്നെ 2, പിന്നെ 3, പിന്നെ 4. മനസ്സിലായോ മാധവേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇതാണ് എന്ത്? എൻക്രിപ്ഷൻ. അപ്പൊ എൻക്രിപ്ഷനകത്ത് നമുക്ക് ഒരു തവണ നമ്മൾ ഇതിനെ എൻക്രിപ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇച്ചിരൂടെ സെക്യൂരിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ റീ എൻക്രിപ്റ്റ് ചെയ്യുക. അതായത് ഈ എൻക്രിപ്റ്റ് ചെയ്തതിനെ തന്നെ ഒന്നും കൂടെ എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പൊ എന്താ? കുറച്ചുകൂടെ സെക്യൂരിറ്റി കൂടുതലായിരിക്കും. ഈ ചെയ്ത അതേ പ്രോസസ്സിൽ കൂടെ തന്നെ ഇതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് ഓർക്കുക. എന്നിട്ട് ഇതിനെ വീണ്ടും എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പൊ വേറൊരു സൈഫർ ടെക്സ്റ്റ് കിട്ടും. അപ്പൊ എന്താ? കുറച്ചും കൂടെ സെക്യൂരിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ തവണത്തെ ക്വസ്റ്റിനകത്ത് 2 തവണ ട്രാൻസ്പോസിഷൻ നടത്താനായിട്ട് ക്വസ്റ്റിനകത്ത് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. 2 തവണയെന്ന് എടുത്ത് പറയും. അങ്ങനെയാണെങ്കിൽ 2 തവണയും ഇത് ചെയ്യണം. ഒരു തവണ പറഞ്ഞാൽ മതി. ഒരു തവണയെന്നേ ഉള്ളെങ്കിൽ ഒരു തവണ ചെയ്താൽ മതി. 2 തവണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 തവണ ചെയ്യുക. ഓക്കെ? ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ക്ലിയർ അല്ലേ? അതെ അല്ലേ? അപ്പം ഈ തവണത്തെ കീ അനുസരിച്ച്, ആൻസർ കീ അനുസരിച്ച് 4 മാർക്കിന്റെ എന്തോ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. 2 മാർക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതിന്, 2 മാർക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നതിന്, അങ്ങനെയായിരുന്നു അതിന്റെ ഡിവിഷൻ വന്നിരുന്നത്. കേട്ടോ? ഓക്കെ. സോ അതാണ് എൻക്രിപ്ഷൻ നടത്തുന്നത്. ഇനി നമുക്ക് ഡീക്രിപ്ഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഡീക്രിപ്ഷനകത്ത് നോക്കിയേ, നമുക്ക് ഡീക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കീ തന്നിട്ടുണ്ട്. കീസ് 3, 4, 2, 1 എന്ന് പറയുന്ന കീ തന്നിട്ടുണ്ട്. അതിനകത്ത് സൈഫർ ടെക്സ്റ്റും തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സൈഫർ ടെക്സ്റ്റ് ഇതാന്ന് വെച്ചോ, AOXTTYACDTK. അതാണ് നമ്മുടെ സൈഫർ ടെക്സ്റ്റ്. നമുക്ക് അതിനെ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി മാറ്റണം. എന്ത് ചെയ്യും? നേരെ കീ എഴുതുക, 3, 4, 2, 1 എന്ന് കീ എഴുതുക. എന്നിട്ട് ഏറ്റവും ചെറിയ നമ്പർ ഏതാന്ന് നോക്കുക. അതിനകത്ത് 1 അല്ലേ ഏറ്റവും ചെറിയ നമ്പർ? ആ 1ന് നേരെ ആദ്യത്തെ എന്താ ആൽഫബറ്റ് എഴുതുക. ആദ്യം കിടക്കുന്ന എന്താ? AOX അല്ലേ ആദ്യം കിടക്കുന്നത്? ആ AOX എന്ത് ചെയ്യണം? ഇവിടോട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് അടുത്ത 2 എടുക്കുക. 2ന് നേരെ X കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റ്സ് എഴുതുക. അത് കഴിഞ്ഞ് 3 എടുക്കുക. 3യുടെ നേരെ ഈ Y കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റ് എഴുതുക. 4ന് നേരെ D കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റ് എഴുതുക. എന്നിട്ട് എന്താ? നേരെ ഇതങ്ങ് വായിച്ചാൽ മതി. നോക്കിയേ, അറ്റാക്ക് ATTACK ടുഡേ. കണ്ടോ വന്നത്? ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്സേ, ക്ലിയർ ആണ്. അങ്ങനെ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 തവണ ചെയ്യാം. കേട്ടോ? 2 തവണ ഡീക്രിപ്റ്റ് ചെയ്യാം. ഇപ്പൊ 2 തവണ എൻക്രിപ്റ്റ് ചെയ്തതാണെങ്കിൽ 2 തവണ ഡീക്രിപ്റ്റ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. ക്ലിയർ ആണോ? മിസ്സേ ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന റോട്ടർ മെഷീൻ. ഓക്കെ, റോട്ടർ മെഷീൻ എന്താണെന്നാണ് നോക്കുന്നത്. So it is an application of multiple stages of encryption. Okay, ഒരു മൾട്ടിപ്പിൾ സ്റ്റേജസ് ഓഫ് എൻക്രിപ്ഷൻ നടത്തുന്നതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ മോട്ടർ മെഷീൻ എന്ന് പറയുന്നത്. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, 3 ഇവിടെ കണ്ടോ, 2 ഫിഗർ കാണിച്ചേക്കുന്നുണ്ടോ? ഇതില് 3 സിലിണ്ടേഴ്സ് ആർ ദയർ, അല്ലെങ്കിൽ
three cylinders are there, and these three cylinders are named. Okay, the first one is fast rotor, second one is medium rotor, and last one is slow rotor. അങ്ങനെ 3 പേരുകളുള്ള 3 എന്താ സിലിണ്ടേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാസ്റ്റ് റോട്ടർ, മീഡിയം റോട്ടർ ആൻഡ് സ്ലോ റോട്ടർ. ഓക്കെ, ഇനി ഈച്ച് ഓഫ് ദീസ് റോട്ടേഴ്സ് വർക്ക്സ് ഇൻഡിപെൻഡൻ്റ്ലി, അല്ലെങ്കിൽ ഓരോ റോട്ടേഴ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഓരോ റോട്ടേഴ്സും റൊട്ടേറ്റ് ചെയ്യുന്നത് എന്താ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഈ സിലിണ്ടേഴ്സ് എല്ലാം എടുത്ത് നോക്കിയാൽ അറിയാം, മൊത്തം 26 ഇൻപുട്ട് പിൻസ് ഉണ്ട്. ഓക്കെ, ഈച്ച് സിലിണ്ടർ ഹാസ് 26 ഇൻപുട്ട് പിൻസ് ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് 26 ഔട്ട്പുട്ട് പിൻ. ഓക്കെ ഇല്ലേ? ഓരോ സിലിണ്ടറിനും 26 ഇൻപുട്ട് പിന്നും ഉണ്ട്, 26 ഔട്ട്പുട്ട് പിന്നും ഉണ്ട്. And here it also contains internal wiring which connect each of the input pin to unique output pin. ഇതാണ് internal wire. For example, here for simplicity they have only shown 3 internal connection in each of these cylinder. Okay, ഇതാണ് ആ വയർ. അപ്പോൾ എന്താ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന 3 cylinders are there: fast rotor, medium rotor and slow rotor. And each of the cylinder has 26 input pins and 26 output pins, and it also contains internal wiring which connect each of the input pin to the unique output pin. Is it clear? Is it clear? Is it clear? Clear ആണോ? ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റ് റോട്ടർ കണ്ടോ, അതിൽ നമ്മൾ ഒരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു തവണ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇലക്ട്രിക് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദി ഫസ്റ്റ് പിൻ ഓഫ് ദി ഫസ്റ്റ് സിലിണ്ടർ ആൻഡ് ഇറ്റ് വിൽ ഫ്ലോ ത്രൂ ദി ഇന്റേണൽ കണക്ഷൻ ടു ദി കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് പിൻ. ഓക്കെ, സോ ഒരു പിൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു തവണ അത് റൊട്ടേറ്റ് ചെയ്യും, 2 തവണ ചെയ്ത് കഴിയുമ്പോൾ 2 തവണ, അങ്ങനെ 26 തവണ പിന്നെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഫുൾ റൊട്ടേഷൻ നടത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും, കൺട്രോള് അടുത്ത റോട്ടറിലേക്ക് മൂവ് ചെയ്യും. മനസ്സിലായോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? ഒന്നുകൂടെ പറഞ്ഞതൊന്ന്. അതായത് നമുക്ക് 26 ഇൻപുട്ട് പിൻസ് ഉണ്ട്, ആൻഡ് this 26 ഇൻപുട്ട് പിൻസ് ആർ there, ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് 26 ഔട്ട്പുട്ട് പിൻസ്. അപ്പോൾ ഓരോ സിലിണ്ടറിലും 26 ഇൻപുട്ട് പിൻസും ഉണ്ട്, 26 ഔട്ട്പുട്ട് പിൻസും ഉണ്ട്. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ഇന്റേണൽ വയറിംഗ് വിച്ച് കണക്ട്സ് ഈച്ച് ഓഫ് ദിസ് ഇൻപുട്ട് പിൻ ടു ദി corresponding output pin. Okay, for example in this figure they have only shown 3 internal connection. നമുക്ക് കുറച്ചും കൂടെ എന്താ ഒത്തിരി വയറിംഗ് കാണിച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് 3 വയറിംഗ് മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ. ഇതിനെല്ലാം വയറിംഗ് ഉണ്ട് കണ്ടോ, ഇതിനെല്ലാം ഉണ്ട്, ജസ്റ്റ് 3 എണ്ണം മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു കീ 1 to 24 ഉണ്ടല്ലോ, അതിൽ ഒരു കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒന്ന് റൊട്ടേറ്റ് ആവും. അതുപോലെ തന്നെ ഇലക്ട്രിക് സിഗ്നൽ എന്ത് ചെയ്യും, ഫസ്റ്റ് പിന്നിൽ നിന്ന് അടുത്തതിലേക്ക് ഔട്ട്പുട്ടിലേക്ക് ഈ വയർ വഴി മൂവ് ചെയ്യും. അങ്ങനെ 26 പിന്നും നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ, ഓരോ തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോഴും ഓരോ തവണ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ 26 ഓരോ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ 26 ലെറ്റർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് ഫുൾ റൊട്ടേഷൻ വരും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പോളി ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ അൽഗോരിതം, പോളി ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും. ഒരു ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മോണോ ആൽഫബറ്റിക്കും, ഫുൾ 26 കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ പോളി ആൽഫബറ്റിക്കും ആവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫാസ്റ്റ് റോട്ടർ എന്ത് ചെയ്യും, കൺട്രോള് മീഡിയം റോട്ടറിലേക്ക് മൂവ് ചെയ്യിക്കും. മീഡിയം റോട്ടർ ഇതുപോലെ ഒരു കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പൊസിഷൻ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ 26 പൊസിഷൻ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ 1 റൊട്ടേഷൻ കഴിയും. അത് കഴിയുമ്പോൾ അടുത്ത സ്ലോ റോട്ടറിലേക്ക് പോകും. അങ്ങനെയായിരിക്കും ഇവിടെ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനും ഒക്കെ നമ്മളിവിടെ നടത്തുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, സോ അതാണ് റോട്ടർ മെഷീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റെഗ്നോഗ്രഫി. സ്റ്റെഗ്നോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, അതിനെ വേറെ ഏതോ ഒരു മെസ്സേജിന്റെ ഉള്ളിൽ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണം, അതാണ് പറയുന്നത്. അതാണ് സ്റ്റെഗ്നോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം വേരിയസ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് ആണ് ക്യാരക്ടർ മാർക്കിംഗ്, പിന്നെ നമുക്ക് എന്താ ഇൻവിസിബിൾ ഇങ്ക് യൂസ് ചെയ്യാം,
പിന്നെ നമുക്ക് ടൈപ്പ് റൈറ്റർ കറക്ഷൻ റിബൺ യൂസ് ചെയ്യാം. അങ്ങനെ ഡിഫറെന്റ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ നമ്മുടെ മെസ്സേജിനെ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് മെസ്സേജിനകത്ത് നമുക്ക് വേണ്ടിയ മെസ്സേജിനെ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഈ ഡിഫറെന്റ് ടെക്നിക്സ് നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ സാർ? ഓക്കെ. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ എന്താ എങ്ങനെയാണ് നമ്മുടെ ഡേറ്റയെ ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു ഒറിജിനൽ മെസ്സേജിനെ കോഡാക്കി മാറ്റുന്നത്, അതായത് ഒരു തേർഡ് പാർട്ടിക്ക് മനസ്സിലാവാത്ത പോലെ കോഡഡ് ഭാഷയിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഒരു കോഡഡ് ഭാഷയിൽ ഇരിക്കുന്നത് ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജിനെ എങ്ങനെ തിരിച്ച് ഡീക്രിപ്റ്റ് ചെയ്ത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് അൽഗോറിതംസും നമ്മൾ കുറെ ടെക്നിക്കുകളും ഒക്കെ നമ്മൾ നോക്കി അല്ലെ, കുറെ മെത്തേഡ്സും ഒക്കെ നോക്കി. ഓരോ മെത്തേഡിലും ഓരോ തരത്തിലായിരിക്കും നമ്മൾ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ചെയ്യുന്നത്. ഇത്രയാണ് നമ്മളിപ്പം പഠിച്ചത് അല്ലേ? അല്ലേ? അതെ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്, നമ്മുടെ സിലബസിലെ നെക്സ്റ്റ് ടോപ്പിക് ആണ് സിംപ്ലിഫൈഡ് DES, SDES. ഓക്കെ, അതാണ് നമ്മുടെ എന്താ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഈ സിംപ്ലിഫൈഡ് SDS എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എന്തിനു വേണ്ടിയിട്ടാ, നമുക്ക് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിംപ്ലിഫൈഡ് DES എന്ന് പറയുന്നത്. നമുക്ക് ബോത്ത് എൻക്രിപ്ഷൻ അതുപോലെ തന്നെ ഡീക്രിപ്ഷനും നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. And it will allows the reader to perform encryption and decryption by hand, and so that we can get more information or more good understanding of the working of these algorithms. Okay, so ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യമേ ഓർക്കുക, നമുക്ക് ഇവിടെ കിട്ടുന്ന പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റും ഒരു 8 ബിറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്ലെയിൻ ടെക്സ്റ്റ്, ഇപ്പൊ എൻക്രിപ്ഷൻ ആണെങ്കിൽ എന്താ നമ്മുടെ ഉള്ളത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ആ പ്ലെയിൻ ടെക്സ്റ്റ് എപ്പോഴും 8 ബിറ്റ് ആയിരിക്കും. അതുപോലെ ഡീക്രിപ്ഷന്റെ സമയത്ത് നമ്മുടെ ഉള്ളത് എന്തായിരിക്കും, സൈഫർ ടെക്സ്റ്റ് ആയിരിക്കും. അപ്പൊ ആ സൈഫർ ടെക്സ്റ്റ് എത്ര ബിറ്റ് ആയിരിക്കും, 8 ബിറ്റ് ആയിരിക്കും. അപ്പൊ ഒരു 8 ബിറ്റ് ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റും 8 ബിറ്റ് ബ്ലോക്ക് ഓഫ് സൈഫർ ടെക്സ്റ്റും ആയിരിക്കും നമ്മുടെ ഉള്ളത്. അപ്പൊ നമുക്ക് എൻക്രിപ്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 8 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കിനെ ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഒരു 8 ബിറ്റ് സൈഫർ ടെക്സ്റ്റ് ബ്ലോക്ക് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഡീക്രിപ്ഷന്റെ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു 8 ബിറ്റ് സൈഫർ ടെക്സ്റ്റിന്റെ ഒരു ബ്ലോക്ക് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഒരു 8 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിന്റെ ഒരു ബ്ലോക്ക് ആയിരിക്കും. ഇനി ഇതിനകത്തെല്ലാം നമ്മൾക്ക് ഒരു കീയുടെ ആവശ്യമുണ്ട് അല്ലേ. ഈ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തായിരുന്നു, കീ വേണം. അപ്പൊ കീ എത്ര ബിറ്റ് ആയിരിക്കും, ഇവിടെ യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് 10 ബിറ്റ് കീ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്, ഇത് മറന്നു പോവല്ലേ. 8 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റും 8 ബിറ്റ് സൈഫർ ടെക്സ്റ്റും 10 ബിറ്റ് കീയും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഈ ഫിഗർ കണ്ടോ? ഇനി ഫിഗറിലോട്ട് നോക്കിയേ. ഈ സൈഡിൽ കാണുന്ന ഫിഗർ കണ്ടോ? ഇത് ഞാൻ ഈ കാണിച്ചേക്കുന്നത് അതെന്ന് പറയുന്നത് എൻക്രിപ്ഷൻ നടത്തുന്നതിന്റെ എന്താ ഫിഗറാണ്. ഓക്കെ, എൻക്രിപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി നോക്കിയേ, ഇത് നടുക്കത്തേത് കണ്ടോ? കണ്ടോ? അല്ല, നടുക്കത്തല്ല, ഇതിന്റെ ഇത് ഈ സൈഡിൽ കിടക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ കാണിച്ചേക്കുന്നത്, അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന കണ്ടോ? റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് നമ്മുടെ ഡീക്രിപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു ഫിഗർ. അപ്പം ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് എൻക്രിപ്ഷൻ എങ്ങനെയാണെന്നുള്ളത്, ഡീക്രിപ്ഷൻ എങ്ങനെയാണെന്നുള്ളത് റൈറ്റ് സൈഡിൽ. ഇനി ഇതിന്റെ നടുവിൽ കിടക്കുന്നുണ്ടോ, മിഡിലിൽ കിടക്കുന്നത്, അതാണ് കീ ജനറേഷൻ എങ്ങനെയാണ്. നമുക്ക് ഇതിനെല്ലാം കീ വേണം അല്ലെ. എൻക്രിപ്ഷൻ ചെയ്യണമെങ്കിലും ഡീക്രിപ്ഷൻ ചെയ്യണമെങ്കിലും എന്താ നമുക്ക് വേണ്ടിയ കീ വേണം. അപ്പൊ ആ കീനെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇത്രയും ചെയ്യുന്നത്, ഇത് ഇത്രയുമാണ് നമ്മുടെ SDS ഒരു എന്താ SDS വർക്ക് ചെയ്യുന്നതിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ എൻക്രിപ്ഷൻ. ഇവിടെ നടക്കുന്ന എല്ലാം എൻക്രിപ്ഷൻ ആണ്, ഇവിടെ നടക്കുന്ന എല്ലാം ഡീക്രിപ്ഷൻ ആണ്. ഇത് നമുക്ക് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും സഹായത്തിനായിട്ട് കീ വേണം. ആ കീയുടെ ജനറേഷൻ എങ്ങനെയാണെന്നാണ് ഈ ഫിഗർ കാണിക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ നമുക്ക് ഈ ആദ്യം എന്താ, നമുക്ക് ആദ്യം എല്ലാം എൻക്രിപ്ഷൻ ചെയ്യണമെങ്കിലും ഡീക്രിപ്ഷൻ ചെയ്യണമെങ്കിലും നമുക്ക് വേണ്ടിയത് കീയാ അല്ലെ. അപ്പൊ എങ്ങനെയാണ് കീ ജനറേറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം.
കീ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം കീ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. 9:27 അല്ലേ? നമുക്കന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് നോക്കാവേ, തീരത്തില്ല അത് എന്തായാലും. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് എടുക്കട്ടെ. അപ്പൊ ഇത്രയും പഠിപ്പിച്ചത് ഇന്നത്തെ ടോപ്പിക്കുകൾ മനസ്സിലായോ? നമ്മൾ പഠിച്ച മെത്തേഡ്സ് ഒക്കെ മനസ്സിലായോ? എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും വേണ്ടിയിട്ട് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഏതെങ്കിലും പോർഷനിൽ? ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ? ഏതെങ്കിലും പോർഷൻ ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണോ? എല്ലാരും പറ, ഒരാൾ മാത്രം ഇങ്ങനെ പറയാതെ എല്ലാരും പറഞ്ഞേ. ആദിൽ അതിന് ഡൗട്ട് ഉണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാവോ? പറയോ? ആൻസർ പറയോ ക്വസ്റ്റ്യൻ ചോദിച്ചാലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, then ആൻജോ. മിസ് പ്രസന്റ് ഉണ്ട്. ക്ലിയർ ആണോ ആൻജോക്ക്? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മിസ്, ഇവിടെ ഇടയ്ക്ക് കറണ്ട് പോയായിരുന്നു, അപ്പം ഇടയ്ക്ക് ലെഫ്റ്റ് ആയായിരുന്നു, പിന്നെ ഞാൻ കയറിയത് നോക്കിയാ മനസ്സിലാവും. ഓക്കെ ഓക്കെ. പിന്നെ ആരാ? മാധവ് മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടോ? മനസ്സിലായി മിസ്. ശ്രുതി, ശ്രുതി ക്ലിയർ ആണോ? മെർലിൻ, മെർലിൻ ക്ലിയർ ആണോ? അറ്റൻഡൻസ് എടുക്കട്ടെ. റോൾ നമ്പർ പറഞ്ഞു. 1 റോൾ നമ്പർ 1 2 2 present miss 3 റോൾ നമ്പർ 3. നിങ്ങൾക്ക് എന്തെങ്കിലും മൈക്ക് പ്രോബ്ലം നെറ്റ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ പ്രസന്റ് പറയാം കേട്ടോ. 4 present miss 5 present miss 5 6 പ്രസന്റ് മിസ് 6 പ്രസന്റ് 7 മിസ് present miss 7. Who is roll number 7? present miss 7 present miss 7 8 മെസ്സേജ് 7% പറഞ്ഞു. 8 കേട്ടു 8. roll number 8 9 present 10 roll number 10 11 present miss 12 13 present miss 14 present miss 15 roll number 15 roll number 15 16 present miss പെട്ടെന്ന് പറ, 9:30 കഴിഞ്ഞു. 17 നിങ്ങൾ തന്നെ റോൾ നമ്പർ പറ. 17 18 19 പറഞ്ഞു വെക്കൂ. 19%. അറ്റൻഡൻസ് പറയാൻ അറിയത്തില്ലേ? ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ നമ്പർ വിളിക്കണോ? 20 റോൾ നമ്പർ 20 ആബ്സെന്റ് ആണേ. 21 22 present miss 23 24 present miss 25 miss 25 present 26 27 miss 27 miss 28 29
Miss 29. 30, Miss 30 present. 31. 31 Najma, present. 31. Absentees 8, Present. 15. Okay, 8, 15, 17, 20, 23, 26. ആരെങ്കിലും പ്രസന്റ് ഉണ്ടോ ഈ കൂട്ടത്തില്? റോൾ നമ്പർ 8, 15, 17, 20, 23, 26. ആരെങ്കിലും പ്രസന്റ് ഉണ്ടോ? മൈക്ക് പ്രോബ്ലം ഉള്ളവർ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഇടുക നമ്പർ. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പോവാണ്. 8, 15, 17, 20, 23, 26. Okay. So, thank you. Thank you, Miss. Thank you, Miss.